അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ രാത്രികളെയും നിദ്രകളെയും പലപ്പോഴും വിചിത്രമായ ചില സ്വപ്നങ്ങൾ വന്ന് വിരുന്നൂട്ടാറുണ്ട്. അതിൽ നമ്മളെയേറെ ഭയപ്പെടുത്തുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പാമ്പുകളെ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ കാര്യങ്ങൾ പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്നും നോക്കി എഴുതിയെടുത്തതാണ്, അല്ലാതെ എന്റെ സ്വന്തം അഭിപ്രായമല്ല. എളിയവനായ എനിക്ക് നേരിട്ട് സ്വപ്ന വ്യാഖ്യാനം പറയാൻ അറിയില്ല. ഞാൻ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നോക്കി മനസ്സിലാക്കി എഴുതിയെടുത്ത കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അതിശയകരമായ ആ രഹസ്യങ്ങൾ നമുക്കൊന്ന് വിശദമായി കേട്ടുനോക്കാം. പൊതുവായി പറഞ്ഞാൽ സ്വപ്നലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന പാമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചിരിക്കുന്ന ദുഷ്ടനും കപടനുമായ ഒരു ശത്രുവിന്റെ പ്രതീകമാണ്. പക്ഷേ ആ പാമ്പിനെ നിങ്ങൾ എവിടെയാണ് കാണുന്നത് എന്നതിലാണ് അതിന്റെ കൃത്യമായ വ്യാഖ്യാനം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം വീടിനുള്ളിൽ ഒരു പാമ്പ് ഇഴഞ്ഞു നടക്കുന്നത് സ്വപ്നം കണ്ടാൽ ആ ശത്രു പുറത്താരോ അല്ല, നമ്മുടെ സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ വളരെ അടുത്ത ഉറ്റവരിലോ തന്നെ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നേരെ മറിച്ച് വിജനമായ ഒരു കാട്ടിലാണ് ആ പാമ്പുള്ളതെന്ന് കണ്ടാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ കാത്തിരിക്കുന്നത് തികച്ചും അപരിചിതനായ പുറത്തുനിന്നുള്ള ഒരു ശത്രുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ പാമ്പുമായി നിങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ എങ്ങനെയാണെന്ന് നോക്കാം. സ്വപ്നത്തിൽ നിങ്ങൾ ആ പാമ്പുമായി പോരാടുകയാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളുടെ ശത്രുവുമായി വലിയൊരു വഴക്കോ തർക്കമോ ഉണ്ടാകാൻ പോകുന്നു എന്ന് സാരം. ആ പോരാട്ടത്തിൽ പാമ്പ് നിങ്ങളെ പരാജയപ്പെടുത്തുകയാണ് എങ്കിൽ ജീവിതത്തിൽ ശത്രുവിനുമേൽ വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന നിരാശാജനകമായ സൂചനയാണത് നൽകുന്നത്. ആ പാമ്പ് വന്ന് നിങ്ങളെ ദംശിക്കുകയോ കടിക്കുകയോ ചെയ്താൽ ആ ശത്രുവിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു ധനനഷ്ടമോ മാനസിക വിഷമങ്ങളോ സംഭവിക്കാം. എന്നാൽ സർവ്വശക്തിയും എടുത്ത് നിങ്ങൾ ആ പാമ്പിനെ തല്ലിക്കൊല്ലുന്നതാണ് സ്വപ്നമെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികളെയെല്ലാം തകർത്ത് ശത്രുവിനെ നിങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുത്തുമെന്ന ശുഭവാർത്തയാണ് അത് കൊണ്ടുവരുന്നത്. ഈ ഗ്രന്ഥത്തിൽ കണ്ട മറ്റൊരു വലിയ അതിശയം ഇതാണ്. ചില വിചിത്രമായ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ പാമ്പിന്റെ മാംസം ഭക്ഷിക്കുന്നതായി കണ്ടാൽ അത് ശത്രുവിന്റെ സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരുമെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സുഖവും സന്തോഷവും കടന്നുവരുമെന്നുമുള്ള നല്ലൊരു സൂചനയാണ്. പാമ്പിനെ വെട്ടി 2 കഷ്ണങ്ങളാക്കി മാറ്റിയാൽ ശത്രുവിൽ നിന്നും നിങ്ങൾക്ക് അർഹമായ നീതി ലഭിക്കും. ആ മുറിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ടു പോവുകയാണെങ്കിൽ ശത്രുവിന്റെ സകല സ്വത്തുക്കളും നിങ്ങൾ കൈക്കലാക്കും. പാമ്പിനെ കൊന്ന് അതിന്റെ രക്തം നിങ്ങളുടെ ശരീരത്തിൽ പുരളുന്നതായി കണ്ടാലും ശത്രുവിന്റെ ധനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അർത്ഥം. വളരെ അത്ഭുതകരമായ മറ്റൊരു കാര്യമുണ്ട്. ആ പാമ്പ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിലോ, അത് വളരെ സൗമ്യമായും ഉദാരമായും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവവും ആകർഷകവുമായ പലതും സംഭവിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹമോ വലിയൊരു സന്തോഷ വാർത്തയോ അതിലൂടെ നിങ്ങളെ തേടിയെത്താം. എന്നാൽ ദേഷ്യത്തോടെയും അതിവേഗത്തിലാണ് അത് സംസാരിക്കുന്നതെങ്കിൽ ശത്രു നിങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന താക്കീതാണത്. നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നത് ഒരു ചത്ത പാമ്പാണെങ്കിൽ സന്തോഷിച്ചോളൂ. കാരണം സർവശക്തനായ അള്ളാഹു എല്ലാവിധ തിന്മകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിച്ചിരിക്കുന്നു. ഇനി ഒരു പ്രയാസവും നിങ്ങളെ തേടി വരില്ല. പാമ്പ് നിങ്ങളെ വെറുതെ പിന്തുടരുകയാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പദവിയെയും മഹത്വത്തെയുമാണ് കാണിക്കുന്നത്. എന്നാൽ നിങ്ങളിൽ നിന്നും ആ പാമ്പ് ഓടി ഒളിക്കുകയാണ്, നിങ്ങൾക്കതിനെ പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെ തകർക്കാൻ നടക്കുന്ന ശത്രു അത്രമേൽ ദുർബലനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വപ്നത്തിലെ പാമ്പുകളുടെ നിറങ്ങൾക്കും ഓരോ അത്ഭുതകരമായ വ്യാഖ്യാനങ്ങളുണ്ട്. പച്ച നിറമുള്ള ഒരു പാമ്പാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രു വെറുമൊരു ദുഷ്ടനല്ല, മറിച്ച് മതനിഷ്ഠയും വിശ്വാസ്യതയുമുള്ള ഒരാളാണ് എന്ന് വരുന്നു. ആ പച്ചപ്പാമ്പ് നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു നിധി തന്നെ വന്നു ചേരും. ഒരു കൂട്ടം പാമ്പുകൾക്കിടയിൽ കറുത്ത പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ അത് ഒരു വലിയ സൈന്യത്തെ പ്രതിനിധീകരിക്കുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കറുത്ത പാമ്പ് എന്നാൽ ഒരു പട്ടാളക്കാരനെയാണ് സൂചിപ്പിക്കുന്നത്. മഞ്ഞപ്പാമ്പാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രു കടുത്ത രോഗബാധിതനാണെന്ന് തിരിച്ചറിയാം. ചുവന്ന പാമ്പാണെങ്കിൽ ശത്രു ആർഭാടങ്ങളിലും ഭൗതിക സുഖങ്ങളിലും മുഴുകിയ ആളായിരിക്കും. ഒരു വെളുത്ത പാമ്പിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നു എന്നാണ് അതിന്റെ വ്യാഖ്യാനം. പാമ്പിന്റെ ആകൃതിയും ശരീരപ്രകൃതിയും നോക്കിയും വ്യാഖ്യാനങ്ങൾ മാറുന്നുണ്ട്. ഒരുപാട് കാലുകളുള്ള വലിയൊരു സർപ്പത്തെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രു അതീവ ശക്തനും ധീരനുമാണെന്ന് ഉറപ്പിക്കാം. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പാമ്പുകൾ ഒത്തുകൂടി നിങ്ങളെ ആക്രമണിക്കാൻ വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബന്ധുക്കൾ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളായി മാറും. എങ്കിലും അവർ കാരണം നിങ്ങൾക്ക് വലിയൊരു നഷ്ടവും സംഭവിക്കില്ല എന്നൊരു ആശ്വാസവുമുണ്ട്. തലയിലും ശരീരത്തിലും ഒരുപാട് പല്ലുകളുള്ള പാമ്പാണെങ്കിൽ ശത്രു കടുത്ത വഞ്ചകനും ദുർമാർഗിയുമായിരിക്കും. ഹസ്രത്ത് ഇബ്നു സീരീനെ പോലുള്ള മഹാന്മാർ ഇതിനെയൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ മൂക്ക്, ചെവി, മുലകൾ അല്ലെങ്കിൽ മലമൂത്ര ദ്വാരങ്ങൾ എന്നിവയിലൂടെയൊക്കെ പാമ്പ് പുറത്തേക്ക് വരുന്നതായി സ്വപ്നം കണ്ടാൽ അത് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങളുടെ സ്വന്തം മകൻ തന്നെ നിങ്ങൾക്ക് ശത്രുവായി മാറും എന്നതിന്റെ സൂചനയാണത്. നിങ്ങളുടെ കുപ്പായത്തിന്റെ കൈകൾക്കുള്ളിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നതായി കണ്ടാലും സ്വന്തം മകൻ ശത്രുവാകുമെന്നാണ് വ്യാഖ്യാനം.
ഹസ്രത്ത് ജാബിർ മഗ്രിബിയുടെ നിരീക്ഷണമനുസരിച്ച് സ്വന്തം വായിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നത് കണ്ടാൽ നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് അങ്ങേയറ്റം അനിഷ്ടകരമായ കടുത്ത വാക്കുകൾ സംസാരിക്കുമെന്നാണ് അർത്ഥം. എന്നാൽ ആ പാമ്പ് നിങ്ങളുടെ വായിലൂടെയോ കുപ്പായത്തിലൂടെയോ പുറത്തു ചാടി മണ്ണിലേക്ക് ഇഴഞ്ഞുപോയി അപ്രത്യക്ഷമാവുകയാണെങ്കിൽ ഹസ്രത്ത് വലഫ് ഇസ്ഫഹാനി പറയുന്നത് നിങ്ങളുടെ ശത്രു എന്നേക്കുമായി നശിച്ചു പോകും എന്നാണ്. ഇനി സ്വന്തം കിടക്കയിൽ വെച്ച് ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്നതാണ് കാണുന്നതെങ്കിൽ അത് സ്വന്തം ഭാര്യയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭയവും ധീരതയും എങ്ങനെ സ്വപ്നത്തെ മാറ്റുന്നു എന്ന് ഹസ്രത്ത് ഇസ്മായിൽ അഷ്അസ് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ പാമ്പിനെ പേടിച്ചോടുകയാണ്, എന്നാൽ ആ പാമ്പ് നിങ്ങളെ കണ്ടിട്ടേയില്ല എന്ന് സ്വപ്നത്തിൽ ബോധ്യമായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സുഖവും സന്തോഷവും വന്നെത്തും. നേരെ മറിച്ച് പാമ്പ് നിങ്ങളെ വന്ന് പിടികൂടിയിട്ടും നിങ്ങൾക്ക് ഒട്ടും ഭയമോ വിഷമമോ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ വലിയൊരു മഹത്വത്തിലേക്ക് ഉയരുകയും ശത്രുക്കളെക്കുറിച്ച് യാതൊരു ഭയവുമില്ലാത്ത അവസ്ഥ കൈവരിക്കുകയും ചെയ്യും. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ സ്വപ്ന വ്യാഖ്യാനങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടാൽ തീർച്ചയായും അത് അടുത്ത വീഡിയോകളിൽ ഉത്തരമായി വരുന്നതായിരിക്കും. നമുക്ക് മുത്തുനബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നമ്മെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാർക്കും ലോകത്തുള്ള സർവ്വ സ്വാലിഹീങ്ങൾക്കും അള്ളാഹു ഇരുലോകത്തും നന്മയും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം എല്ലാവർക്കും എന്നും നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്ന് കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.